നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും മൊത്തമായിട്ട് കാണാം. ഹേ ഗായ്സ്, ദിസ് ഈസ് നിജോബി. ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഏൺ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ട്. ആ സ്റ്റോറീസിന് കുറേ റിപ്ലൈസ് ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ലൈക്ക് അത് എങ്ങനെ ചെയ്യുക, എങ്ങനെ എമൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ചോദിച്ചിട്ട് കുറേ റിപ്ലൈസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് കണ്ടപ്പോൾ തോന്നി എല്ലാവർക്കും ലൈക്ക് ഭയങ്കര ഈഗറാണ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും എമൗണ്ട് ഉണ്ടാക്കാനും ലൈക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പേര് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൗസ് വൈഫ്സ് ആണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ ഭയങ്കര ഉപകാരപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വിഷ് ലിങ്ക് ആണ്. കുറേ പേർക്കൊക്കെ അതിനെ കുറിച്ചിട്ട് അറിയാം, പക്ഷേ എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് എമൗണ്ട് വരുന്നത്, എങ്ങനെ എത്ര പെർസെൻറ്റേജ് കമ്മീഷനാണ്, അതിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ല. അപ്പം ഞാനിത് ചെയ്യുന്ന സമയത്ത് ഞാൻ റെഫറൻസിന് കുറേ വീഡിയോസൊക്കെ നോക്കിയ സമയത്ത് എനിക്കും കുറേ റെഫറൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ചെയ്ത് പിന്നെ കുറച്ച് സ്റ്റെക്കായി, പിന്നെ രണ്ടാമത് ചെയ്തപ്പം അങ്ങനെയാണ് റെഡി ആയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ അക്കൗണ്ട് റെഡിയായി. അങ്ങനെ ലൈക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പം ഫസ്റ്റ് അങ്ങനെ കമ്മീഷൻ ബേസ്ഡ് കയറുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ അക്കൗണ്ടിലേക്ക് വരാമെന്നോ ലൈക്ക് എപ്പോഴാണ് ഇത് വരാമെന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ടൈംസ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പേയ്മെൻറ്റ് എങ്ങനെയാണ് വന്നത്, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ലിങ്ക്സ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് റെഫറൻസ് ലിങ്ക് ആയിട്ട് ഇതാക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണത്. സോ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം. അങ്ങനെ മൊത്തമായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റെപ്സും കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് കണ്ടതിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടൂല. അപ്പം ലൈക്ക് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് വിഷ് ലിങ്ക് എന്നാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും നമുക്ക് ഇതിന് ഏൺ ചെയ്യാൻ പറ്റും. ലൈക്ക് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള മിന്ത്ര, എജിയോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഷോപ്സി, ഇതിൽ നിന്നൊക്കെ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് അതിൻ്റെ ലിങ്കിലൂടെ ഒരാൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബേസ്ഡ് ഒരു കമ്മീഷൻ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വിഷ് ലിങ്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിലും ആപ്പ് സ്റ്റോറിൽ നിന്നാണെങ്കിലും വിഷ് ലിങ്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു OTP വരും. OTP വെച്ചിട്ട് വെരിഫൈ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് റെഫറൽ കോഡാണ് ചോദിക്കുക. അപ്പോൾ വേർ ഈസ് .nujoobi എന്ന് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർഫേസ് വരും, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് 2000 ഫോളോവേഴ്സും യൂട്യൂബിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സും വേണം, എന്നാലേ ഈ ഏർണിങ്സ് നമുക്ക് കിട്ടുള്ളൂ. ബട്ട് അതല്ലാണ്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് പെൻഡിങ്ങിലായിട്ടാണ് നിൽക്കുക. അപ്പോൾ ബെറ്റർ ഇത്രയും ഫോളോവേഴ്സും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഉള്ള ആൾക്കാർ ചെയ്യുമ്പം ഏർണിങ്സ് നമുക്ക് കിട്ടും. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റഗ്രാം വിഷ് ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും ലോഡ് ആവാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ എങ്ങനെ വിഷ് ലിങ്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. വിഷ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മൾ ചെയ്ത ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വിഷ് ലിങ്കിൽ വന്നിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും, ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലൊക്കെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും. നമുക്ക് ഏത് വീഡിയോൻ്റെ കീഴിലാണോ വിഷ് ലിങ്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ എടുക്കാം. ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാം. നമുക്ക് ബെറ്റർ ടു ആഡ് ക്യാച്ചി ടൈറ്റിൽസ് ലൈക്ക് അഫോർഡബിൾ കളക്ഷൻസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്കാണ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മീഷോയിലാണെങ്കിൽ മീഷോയിൽ ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഷെയറിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. ആ ലിങ്ക് കൊണ്ടുപോയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് കൺവേർട്ട് ആൻഡ് ആഡ് പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സാധനം കാണിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ അവർ പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൺഫേം ആൻഡ് പബ്ലിഷ് യുവർ പോസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പം നമ്മളൊരു വീഡിയോൻ്റെ വിഷ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ആ ഒരു കോപ്പി വിഷ് ലിങ്ക് എടുത്തിട്ട് പേഴ്സണലി അയക്കുകയും അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് നമുക്കൊരു ഫോട്ടോൻ്റെ അടിയിൽ വെക്കാം. ഈ ഒരു കാണുന്ന ഒരു ലിങ്ക് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ആൾക്കാർക്ക് സെൻഡ് ചെയ്യാം. കാരണം ആ ഒരു വിഷ് ലിങ്കിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഒക്കെ അവർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ലൈക്ക് മേലെ തന്നെ ഒരു ആഡ് ടു ഷോപ്പ് എന്നുണ്ടാവും. അതിൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത സാധനങ്ങളും അതുപോലെ കുറേ കാറ്റഗറീസ് ഉണ്ട്. കളക്ഷൻ, സിംഗിൾ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കളക്ഷൻസിൽ നമുക്ക് ഓരോ ടീഷർട്ട് കളക്ഷൻ, ബോട്ടം കളക്ഷൻ, മീഷോ കളക്ഷൻസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസ് ആക്കുക. അതിലും നമുക്ക് ഓരോന്ന് അപ്ലോഡ് ചെയ്യാം. മാത്രമല്ല നമുക്കൊരു പെന്നാണെങ്കിൽ അതിൻ്റെ സിംഗിൾ പ്രൊഡക്റ്റ് ലിങ്ക് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ലിങ്ക് നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഒരു ടീഷർട്ടാണ് നിങ്ങൾ ആഡ് ടു പ്രൊഡക്റ്റിൽ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സൈഡിലുണ്ടാവും 2 ലൈക്ക് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈച്ച് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടും. അതെടുത്തിട്ട് നമുക്ക് സ്റ്റോറിയിലോ പോസ്റ്റായിട്ടോ
ഷെയർ ചെയ്യാനൊക്കെ പറ്റും, ഓരോരുത്തർക്ക് ഓരോന്നിനും ലിങ്ക് ആയിട്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബ് ആക്കിയിട്ടുള്ള അതായത് പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് വിഷ് ലിങ്കിൽ കമ്മീഷൻസ് കിട്ടൂല. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയർ വിഷ് ലിങ്ക് ആൻഡ് ഏൺ, അതായത് നമ്മൾ ഫസ്റ്റ് വിഷ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിൻ്റെ അടിയത്തെ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത ടീഷർട്ടിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ടീഷർട്ട് ആണെങ്കിൽ അതിൻ്റെ സൈഡിലൊരു ലിങ്ക് ഉണ്ടാവും, അത് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു കളക്ഷൻ ആണെങ്കിൽ അതിൽ കയറിയിട്ട് ആ ഒരു പോസ്റ്റ് മൊത്തമായിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ആ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് നമ്മൾ ഇട്ട വീഡിയോ ഒന്നെങ്കിൽ ഷെയർ ചെയ്തിട്ട് മേലെ നമുക്ക് വിഷ് ലിങ്ക് എന്നുള്ള സ്ഥലത്ത് നമുക്ക് വിഷ് ലിങ്ക് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ ഇട്ടിട്ട് ആ ഡ്രസ്സിൻ്റെ വിഷ് ലിങ്കും ലിങ്കിൽ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വിഷ് ലിങ്കിൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിൽ നമുക്ക് നമ്മളെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പാൻ നമ്പറൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അത് സേവ് ചെയ്യാം. അപ്പം ഇതിൻ്റെ എമൗണ്ട് വരുന്ന ഒരു സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് എൻഗേജ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ വീഡിയോൻ്റെ അടിയിൽ ലിങ്ക് എന്നൊക്കെ പറയുമ്പം ഓട്ടോമാറ്റിക് മെസ്സേജസ് നമുക്ക് വരുന്നുള്ളത്. ആ ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് എഡിറ്റ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഓൾറെഡി എൻ്റെ കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്കാണ് പോവാം. അതിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും വെച്ച് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്ട് ചെയ്യും. അത്ര ഒരു പ്രോസസ്സ് അതിൽ വരും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ആൻഡ് സ്റ്റോറി റിപ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ മെസ്സേജ് കൺട്രോൾസ് ഉണ്ടാവും. അതിൽ നമുക്ക് അലോ ആക്സസ് ടു ഓൾ മെസ്സേജസ് ഉണ്ട്. അത് നമ്മൾ ഓൺ ആക്കിയിട്ട് ഇടണം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വിഷ് ലിങ്കിൽ പോയിട്ട് ഈ പറഞ്ഞത് നമ്മൾ എൻഗേജ് ആക്കുക. അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ വിഷ് ലിങ്ക് എൻഗേജ് ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളോട് ഓൾറെഡി എൻ്റെ കണക്റ്റഡ് ആയതുകൊണ്ട് എൻ്റെ അത് കാണിക്കും. നിങ്ങളതിൽ ഫേസ്ബുക്ക് ID-യും അതുപോലെ പാസ്വേഡും ചോദിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വാലിഡേറ്റ് ചെയ്ത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കണക്റ്റഡ് ആവും. അതിനുശേഷം വിഷ് ലിങ്ക് എൻഗേജ് എനാബിൾ ചെയ്യുക, അതുപോലെ കമൻറ്റ് റിപ്ലൈസും എനാബിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ഒരു ലിങ്ക് ആണോ അല്ലെങ്കിൽ പ്രൈസ് ആണോ എന്ത് വെച്ചിട്ടാണോ ആൾക്കാർ കമൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു കീവേഡ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിന് എന്ത് റിപ്ലൈ ആണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് നോക്കണം. നമ്മൾ വീഡിയോ ഇടുക, വിഷ് ലിങ്ക് ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ലിങ്ക് നടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറ്റ്ലീസ്റ്റ് താങ്ക് യു അല്ലെങ്കിൽ ഫോളോ ആൻഡ് കമൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഫൈലിൽ പോയിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ഓടിച്ചു നോക്കുക എന്തെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ടെന്നത്. അപ്പോൾ എൻ്റെ ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം യൂട്യൂബ് റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് ബാക്കി എല്ലാ പ്രോസസ്സും വിഷ് ലിങ്ക് എൻഗേജും അതെല്ലാം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കമ്മീഷൻസ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കമ്മീഷൻസ് കിട്ടാണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന് ലാസ്റ്റ് എമൗണ്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ കമ്മീഷൻസ് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക എന്നുള്ള കാര്യം സംസാരിക്കാം. പൊതുവേ നമുക്ക് എല്ലാ മാസം 10-ാം തീയതിയാണ് പേയ്മെൻറ്റ് കിട്ടുക. എനിക്കിപ്പോൾ ടോട്ടലി 2 പേയ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റിലാണ്, എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒക്ടോബറിലാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം നമ്മൾ ഓഗസ്റ്റിലാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. അങ്ങനെയാണ് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ മാസം കഴിയുമ്പോൾ കിട്ടും. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആവരുത്, 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസൈറ്റ്സ് അങ്ങനത്തെ പേ ഔട്ടിലൊക്കെ സെഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈച്ച് ഡേ നമ്മൾ എത്രയാണ് ഏൺ ചെയ്തിട്ടുള്ളത് കാണിക്കാൻ പറ്റും. അല്ലാണ്ട് ഓരോ മാസത്തിൽ നമ്മൾ എത്രയാണ് ഏൺ ചെയ്തിട്ടുള്ളത് അത് കാണിക്കാൻ പറ്റും. ഈ കമ്മീഷൻസ് എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മിന്ത്രയിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ആ ഒരു വിഷ് ലിങ്ക് കൂടെ ഒരാൾ കയറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 15%, മിന്ത്രയിൽ 15%, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ 9%. അപ്പം അതിൻ്റെ ഒരു 15%, ഇപ്പോൾ 1000-ൻ്റെ ഡ്രസ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു 15% നമുക്ക് കിട്ടും. അത് അവർ അതിൻ്റെ റിട്ടേൺ ടൈമും കഴിയണം. അതായത് സാധനം മേടിച്ച് റിട്ടേൺ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. അഥവാ അവർ റിട്ടേൺ ചെയ്യണ ആ എമൗണ്ട് പോകും. അപ്പം എനിക്ക് ഈ 2 മാസമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാസം 2400-ഉം കഴിഞ്ഞ മാസം 800 സംതിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഫസ്റ്റ് മന്തിൽ ഏകദേശം 1500 അടുത്തായിരുന്നു സെയിൽ ചെയ്ത്. എനിക്ക് കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൽ എനിക്ക് 800 കിട്ടിയിട്ടുള്ളത്. മേടിച്ചതും അത് റിട്ടേണും എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം.
പിന്നെ ഈ മാസം എനിക്ക് 2400 ഏകദേശം 4500 അടുത്ത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ റിട്ടേണും എല്ലാം പോയതിന് ശേഷം ചെറിയൊരു ടാക്സ് എമൗണ്ട് ഉണ്ട്, 10-12 അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതിലും പോയതിന് ശേഷം എനിക്ക് 2400 കിട്ടി. ലാസ്റ്റ് ഈ വിഷ് ലിങ്കിൻ്റെ ഒരു പ്രിവ്യൂ നോക്കാം. ലൈക്ക് നമ്മൾ വിഷ് ലിങ്കിൽ ഒരു അടിയിലൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത സാധനങ്ങൾ, നമുക്ക് കളക്ഷൻസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇത് പോസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കളക്ഷൻസിൽ പോയിട്ട് നിങ്ങൾക്ക് ഓരോ കളക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ടീഷർട്ട്, ഇന്നർ വിയേഴ്സ്, പാൻസ്, ബോട്ടംസ്, മിന്ത്ര, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിംഗിൾ പ്രൊഡക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ബെനിഫിഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വിഷ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഓർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അതിലൂടെ പർച്ചേസ് ചെയ്താൽ നമുക്ക് എമൗണ്ട് കിട്ടും. അതിനാണ് ഈ സിംഗിൾ പ്രൊഡക്റ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ സ്റ്റോറീസിൽ, ഇൻസ്റ്റഗ്രാമിൽ നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാത്ത, നമ്മൾ മേടിക്കാത്ത സാധനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് സിംഗിൾ പ്രൊഡക്റ്റിലാക്കാം. അപ്പോൾ മൊത്തത്തിൽ വിഷ് ലിങ്കിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലെങ്കിൽ ചില ആൾക്കാരുടെ കേസിൽ ഫേസ്ബുക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ട്രൈ. എൻ്റെ സെക്കൻഡ് ടൈം ട്രൈ ചെയ്തിട്ടാണ് അത് റെഡി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് അവരിൽ തന്നെ ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം. ലൈക്ക് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ റിപ്ലൈ ആക്കി തരും. അതുമാത്രമല്ല, അപ്പം മൊത്തത്തിൽ ഇതാണ് നമ്മളൊരു വിഷ് ലിങ്കിൻ്റെ ഒരു കാര്യം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ലൈക്ക് സ്റ്റുഡൻസിനാണെങ്കിലും ഹൗസ് വൈഫ്സിനാണെങ്കിലും ഒക്കെ നമുക്ക് ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഇടുന്ന ഒരു നിർബന്ധമില്ല. നമുക്കൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂസ് നമുക്ക് അത് ഓപ്പൺ ചെയ്യുന്ന രീതിക്കാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ലിങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും. നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലൈക്ക് എന്തായാലും ഐ തിങ്ക് ഒരു ഫസ്റ്റ് മന്ത് ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു നാക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മിനിമം ഒരു 1000 എങ്കിലും എന്തായാലും ഒരു മാസം നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അത് എല്ലാ മാസവും 10-ാം തീയതിയാണ് വരിക. അതായത് ഇന്നത്തേത് അടുത്ത 10-ാം തീയതി അങ്ങനെയാണ് വരിക. അപ്പം മൊത്തത്തിൽ നമ്മൾ വിഷ് ലിങ്കിൻ്റെ കാര്യം ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ലൈക്ക് നിങ്ങളെല്ലാവരും എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ ഇടയിലാണെങ്കിലും, എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ആക്കാത്ത ആൾക്കാരെല്ലാം. അപ്പോൾ നിങ്ങളത് ഷെയർ ആക്കണേ, അവർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ബൈ ബൈ.